നടുക്കിയ സ്ത്രീധന പീഡന കേസുകളിൽ ഒന്നിൽ നീതി നടപ്പിലായിരിക്കുന്നു. കളമശ്ശേരി സ്വദേശിനി സുനിതയുടെ ആത്മഹത്യയിൽ പ്രതികളായ ഭർത്താവിനും ഭർത്തൃമാതാവിനും പറവൂർ 2ാം അഡീഷണൽ സെഷൻസ് കോടതി കഠിന തടവ് വിധിച്ചു. 100-ലധികം പവൻ സ്വർണവും വസ്തുതകളും നൽകിയിട്ടും അവസാനിക്കാത്ത സ്ത്രീധന ദാഹമാണ് 25 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു യുവതിയുടെ ജീവൻ കവർന്നത്. 2014 കളമശ്ശേരി ഞാലകം മൂലേപ്പാടം റോഡിൽ കാഞ്ഞിരത്തിങ്കൽ സുനിതയും UC കോളേജ് കടേപ്പിള്ളി റോഡിൽ അറഫ വില്ലയിൽ അജു എന്ന് വിളിക്കുന്ന അരുണും തമ്മിലുള്ള വിവാഹം നടക്കുമ്പോൾ മകളുടെ ഭാവി സുരക്ഷിതമാകുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു സുനിതയുടെ മാതാപിതാക്കൾ. ആ വിശ്വാസത്തിന്റെ പുറത്ത് തങ്ങളാൽ കഴിയുന്നതിന്റെ പരമാവധി എന്നോണം 101 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് അവർ വിവാഹ സമയത്ത് സ്ത്രീധനമായി നൽകിയത്. എന്നാൽ ദാമ്പത്യത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ സുനിതയുടെ പ്രതീക്ഷകളെല്ലാം തകിടം മറിഞ്ഞു. ഭർത്താവ് അരുണും ഭർത്തൃമാതാവ് ലൈല ബീവിയും ചേർന്ന് കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടുകൊണ്ട് സുനിതയെ ക്രൂരമായി മാനസിക ശാരീരിക പീഡനങ്ങൾക്ക് ഇരയാക്കാൻ തുടങ്ങി. തങ്ങളുടെ ദാഹം തീരാൻ 101 പവൻ പോരാ എന്ന നിലപാടിലായിരുന്നു അവർ. മകളുടെ തകരുന്ന കുടുംബജീവിതം എങ്ങനെയെങ്കിലും ചേർത്ത് പിടിക്കാൻ ശ്രമിച്ച സുനിതയുടെ മാതാപിതാക്കൾ ഭർത്തൃ വീട്ടുകാരുടെ അന്യായമായ ആവശ്യങ്ങൾക്ക് മുന്നിൽ വീണ്ടും വഴങ്ങാൻ നിർബന്ധിതരായി. ഇതിന്റെ ഭാഗമായി കളമശ്ശേരിയിലുള്ള തങ്ങളുടെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന വീടും പറമ്പും സുനിതയുടെ പേരിൽ എഴുതി നൽകി അവരെ തൃപ്തിപ്പെടുത്താൻ അവർ ശ്രമിച്ചു. എന്നാൽ ഈ വലിയ സ്വത്തുക്കൾ കൈക്കലാക്കിയിട്ടും ഭർത്തൃ വീട്ടുകാരുടെ ആർത്തി അടങ്ങിയില്ല. സ്വർണത്തിനും വസ്തുവകകൾക്കും അപ്പുറം വീണ്ടും പണമായും മറ്റ് ആനുകൂല്യങ്ങളായും ലഭിക്കാത്തതിന്റെ പേരിൽ അവർ സുനിതയെ വേട്ടയാടിക്കൊണ്ടിരുന്നു. സ്നേഹവും സമാധാനവും ലഭിക്കേണ്ട ഭർതൃഗൃഹത്തിൽ സ്ത്രീധനത്തിന്റെ പേരിൽ നിരന്തരമായ അവഹേളനങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങി സുനിത ഒരു ഇരയായി ജീവിക്കേണ്ടി വന്നു. ഭർതൃവീട്ടിലെ നിരന്തരമായ അവഹേളനവും പീഡനങ്ങളും സഹിക്കവയ്യാതെ 2018 സെപ്റ്റംബർ 13 സുനിത ആത്മഹത്യ ചെയ്തത്. തന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ബാക്കിയാക്കി സുനിത വിട പറഞ്ഞത് കേരളത്തിന്റെ മനസാക്ഷിയെ പൊള്ളിച്ചു. സംഭവത്തിന് പിന്നാലെ പ്രതികളായ അരുണും മാതാപിതാക്കളും ഒളിവിൽ പോയത് കേസിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിതെളിച്ചു. പിന്നീട് പാലക്കാട് നിന്നുമാണ് പോലീസ് ഇവരെ പിടികൂടിയത്. സുനിതയുടെ നീതിക്കായുള്ള നിയമ പോരാട്ടം ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. കേസിന്റെ തുടക്കത്തിൽ അന്വേഷണം നടത്തിയത് കളമശ്ശേരി പോലീസായിരുന്നു. പിന്നീട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ മേൽനോട്ടത്തിലും അന്വേഷണം മുന്നോട്ടുപോയി. എന്നാൽ പ്രാദേശിക പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തരാകാത്ത സുനിതയുടെ മാതാപിതാക്കൾ മകളുടെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് അധികൃതരെ സമീപിച്ചതിനെ തുടർന്ന് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. ക്രൈംബ്രാഞ്ച് DYSP ബിജി ജോർജിന്റെ നേതൃത്വത്തിൽ നടന്ന അതീവ ജാഗ്രതയോടെയുള്ള ശാസ്ത്രീയ അന്വേഷണമാണ് കേസിൽ നിർണായകമായത്. പ്രതികൾ ഒളിവിൽ പോയതും തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചതും അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയായെങ്കിലും വളരെ കൃത്യമായ തെളിവുകൾ ശേഖരിക്കാൻ അവർക്ക് സാധിച്ചു. പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് 29ഓളം സാക്ഷികളെ കോടതിയിൽ വിസ്തരിക്കുകയും കേസിന്റെ ഗതി മാറ്റിയ 90ഓളം പ്രധാന രേഖകളും നിർണായകമായ 3 തൊണ്ടികളും തെളിവായി ഹാജരാക്കുകയും ചെയ്തു. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കൃത്യമായ ഇടപെടലുകളും ശാസ്ത്രീയമായ തെളിവ് ശേഖരണവുമാണ് പ്രതികളെ നിയമത്തിന് മുന്നിൽ എത്തിക്കുന്നതിൽ അവർക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനും വഴിയൊരുക്കിയത്. ദീർഘനാൾ നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിനൊടുവിൽ പറവൂർ 2ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി വി ജ്യോതി പുറപ്പെടുവിച്ച വിധി കേരള സമൂഹത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. സുനിതയുടെ ആത്മഹത്യക്ക് കാരണക്കാരായ 1ാം പ്രതിയും ഭർത്താവുമായ അജുവിന് 8 വർഷം കഠിന തടവും 2ാം പ്രതിയും ഭർത്തൃമാതാവുമായ 72 വയസ്സുകാരി ലൈല ബീവിക്ക് 2 വർഷം കഠിന തടവുമാണ് കോടതി വിധിച്ചത്. ശിക്ഷയ്ക്ക് പുറമെ രണ്ടുപേരും 25,000 രൂപ വീതം പിഴയടയ്ക്കണമെന്നും കോടതി ഉത്തരവിട്ടു. എന്നാൽ കേസിൽ ആരോപണ വിധേയമായിരുന്ന 3ാം പ്രതി അബ്ദുൾ റഹിമാനെ മതിയായ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു. സ്ത്രീധനം എന്ന സാമൂഹിക വിപത്തിനെതിരെ നിയമവ്യവസ്ഥ നൽകുന്ന ശക്തമായ ഒരു താക്കീതായി ഈ വിധിയെ കാണാവുന്നതാണ്. 101 പവൻ സ്വർണവും വിലപിടിപ്പുള്ള വസ്തുവകകളും നൽകിയിട്ടും ഒരു മനുഷ്യജീവനേക്കാൾ കൂടുതൽ വില പണത്തിനും സ്വർണത്തിനും നൽകുന്ന ഭർത്തൃ വീട്ടുകാരുടെ ക്രൂരമായ മനോഭാവത്തെ കോടതി രൂക്ഷമായി വിമർശിച്ചു. സുനിതയുടെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ വിധി വലിയൊരു ആശ്വാസമാണെങ്കിലും തങ്ങളുടെ പ്രിയപ്പെട്ട മകളെ എന്നേക്കുമായി നഷ്ടപ്പെട്ട വേദനയ്ക്ക് ഈ ശിക്ഷാവിധി പരിഹാരമാകുന്നില്ല. സമൂഹത്തിൽ ഇന്നും ആഴത്തിൽ വേരോടിയിരിക്കുന്ന സ്ത്രീധന സമ്പ്രദായം ഇനിയും എത്ര യുവതികളുടെ സ്വപ്നങ്ങൾ കവർന്നെടുക്കുമെന്ന ഗൗരവകരമായ ചോദ്യമാണ് ഈ കേസ് ബാക്കിയാക്കുന്നത്. ഇത്തരം ദുരനുഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നിയമപരമായ ശിക്ഷകൾക്കൊപ്പം തന്നെ സാമൂഹികമായ മാറ്റങ്ങളും അനിവാര്യമാണെന്ന് ഈ വിധി ഓർമ്മിപ്പിക്കുന്നു.